ആടുജീവിതം കണ്ടു ഗൈസ്. എന്ത് പടപട ഇത്, അമ്പോ ഒരു രക്ഷയില്ല കേട്ടോ. വേൾഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, വേൾഡ് ക്ലാസ്. മലയാള സിനിമ ഇങ്ങനെ നിന്ന് മലയാള സിനിമ തട്ടി ഇങ്ങനെ വാങ്ങി നിന്നിട്ടുണ്ട്. അമ്മാതിരി സാധനം. അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, മേക്കപ്പ്, സൗണ്ട്, എന്ത് തേങ്ങാക്കൊല എടുത്ത് നോക്കിയാലും ടോപ്പ് നോച്ച്, അല്ലാതെ അതിൽ കുറഞ്ഞൊന്നും കാണാനില്ല. പക്ഷേ ഈ സിനിമയുടെ സോളെന്ന് പറയുന്നത് ഒരാളാണ്, പൃഥ്വിരാജ്. എൻ്റെ മോനെ, പൃഥ്വിരാജിനെ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് എവിടെയും കാണാൻ പറ്റത്തില്ല. നജീബ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അങ്ങേര് ജീവിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അയാൾ ആ ഒരു ക്യാരക്ടറായിട്ടങ്ങ് ജീവിക്കുകയാണ്. ലിറ്ററലി ആ പറഞ്ഞതുപോലെ തന്നെ പൃഥ്വിരാജ് എന്തുകൊണ്ട് ജീവിച്ച് കാണിക്കുകയാണ്. ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഒരു പർട്ടിക്കുലർ സീനുണ്ട്. ആ സീനിനകത്തൊരു ഷർട്ട് ഊരുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് ആ പൃഥ്വിരാജിൻ്റെ ബോഡി ഒന്ന് കാണണം. എൻ്റെ ദൈവമേ, കണ്ണ് തള്ളിപ്പോവും. അമ്മാതിരി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ്റെ പീക്ക്. ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് 16 കൊല്ലമൊക്കെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇതിനകത്ത് ഓരോ ആൾക്കാരും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തേക്കുന്നത്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ ഭയങ്കര എവിഡൻ്റ് ആയിട്ട് അറിയാനും പറ്റുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും ഇത് ഒരു മലയാള സിനിമയെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാം. അമ്മാതിരി ഒരു ഐറ്റമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ നടന്ന റിയൽ സ്റ്റോറിയാണ് ഈ ആടുജീവിതം എന്ന് പറയുന്ന ഈ ഒരു കഥ. അത് ബെന്യാമിൻ ഒരു പുസ്തകമായിട്ട് ഇറക്കുകയും ആ പുസ്തകം ഭയങ്കരമായിട്ട് ഇതാവുകയും ചെയ്ത ഒരു പുസ്തകമാണ്. അത്രയും ഹിറ്റായ ഒരു പുസ്തകം സിനിമയാക്കുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളെ മറികടക്കുക എന്നുള്ളതായിരിക്കും ആ ഒരു സിനിമയുടെ ഡയറക്ടറിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷെ പുള്ളിക്കാരൻ എടുത്തു വെച്ചേക്കുന്ന രീതി, എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. പിന്നെ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ ഇതൊരു സ്ലോ ഫേസിലാണ് ഇങ്ങനെ പോകുന്നത്. ഡയലോഗൊക്കെ ഭയങ്കര കുറവാണ്. വിഷ്വൽസിൽ കൂടാണ് കഥ പറഞ്ഞ് കൂടുതലും പോകുന്നത്. അനുഭവിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് ആ ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പൃഥ്വിരാജിന് മലയാളം അല്ലാതെ വേറെ ഒരു ഭാഷ അറിയില്ല. പൃഥ്വിരാജ് അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ അറബി എടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഈ അറബാബ് തിരിച്ച് അറബിയിലാണ് സംസാരിക്കുന്നത്. അന്നേരം അതിൻ്റെ ഒന്നും ഒരു സബ് ടൈറ്റിലും നമ്മളെ കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അത് അവിടെ ഡയറക്ടർ കാണിച്ചൊരു ബ്രില്യൻസ് ആണെന്നാണ് തോന്നുന്നത്. അന്നേരം ആ കാട്ടറബി ഓരോന്നിങ്ങനെ അറബി ലാംഗ്വേജിൽ ഇങ്ങനെ പറയുമ്പോൾ നജീബ് ഇങ്ങനെ അന്തം വിട്ടിരിക്കും, ഇവൻ എന്താണ് ഈ പറയുന്നത്. അന്നേരം നമ്മളും ഇത് കേട്ടിട്ട് അന്തം വിട്ടിരിക്കും, ഇവൻ എന്താണ് ഈ പറയുന്നത്. സോ നജീബിന് അന്നുണ്ടായ ഒരു ഫീലിംഗ് നമുക്കും അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മേ ബി ബ്ലസ്സി അവിടെ സബ് ടൈറ്റിൽ ആ ഒരു പോർഷന് മാത്രം സബ് ടൈറ്റിൽ കൊടുക്കാതിരുന്നത്. പക്ഷെ ബാക്കിയുള്ള നജീബിൻ്റെ അടുത്ത് അല്ലാതെ സംസാരിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലായിടത്തും അറബി ലാംഗ്വേജിന് സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്ലോ ഫേസിൽ പോകുന്നതാണ്. അന്നേരം ലാഗ് നമുക്ക് അനുഭവപ്പെടാം. ചിലർക്ക് ലാഗ് അനുഭവപ്പെടാം, ചിലർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം. അത് നിങ്ങളുടെ ആസ്വാദനം പോലെ ഇരിക്കും. പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് കുറച്ച് ലാഗൊക്കെ ഫീൽ ചെയ്ത് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷേ ഇതൊരാളുടെ റിയൽ ലൈഫാണ്. ഓക്കെ, റിയൽ ലൈഫ് എന്നുള്ള സാധനമാണ്. അന്നേരം നമുക്ക് അതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലാതായി പോകും. ഈ ഒരു സിനിമ കണ്ട് അനുഭവിക്കുക, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. തിയേറ്ററിൽ പോയ സമയത്ത് ഒരുപാട് സ്ത്രീകൾ, ഫാമിലി, കുട്ടികളടക്കം പതിവില്ലാതെ തിയേറ്ററിൽ ഫസ്റ്റ് ദിവസം കാണാൻ പറ്റി. അത് വലിയൊരു കാര്യമാണ്. ഓൾമോസ്റ്റ് തിയേറ്റർ ഒരു 90% ഫിൽഡായിരുന്നു. അപൂർവമായിട്ടാണ് അങ്ങനെയൊക്കെ ഒരു സംഭവം കാണുന്നത്. ഫസ്റ്റ് ദിവസം തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസും ഒരുപോലെ സിനിമ കാണാൻ പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് കൊളാക്കാൻ നിൽക്കുന്നില്ല. ഇതൊരു ക്ലാസിക് മൂവിയാണ്. ഭയങ്കര ത്രില്ലിംഗ് ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഓക്കെ, അത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നൊരു മൂഡുണ്ട്. ആ മൂഡിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ് എ സിനിമ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം മാത്രം ആലോചിക്കുക, നജീബ് എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ച കാര്യങ്ങളാണ് നിങ്ങൾ പോയി കണ്ടതെന്ന്. അന്നേരം നിങ്ങളുടെ മനസ്സിലൊരു ആന്തൽ വരും, എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് അനുഭവിക്കാൻ പറ്റുമെന്ന്, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. ആ ഒരു ആന്തലുണ്ടല്ലോ, അതാണ് സിനിമ. ഒന്നും പറയാനില്ല. അപ്പം ശരി, ബൈ. വിയർത്ത് കഴിഞ്ഞു ഗൈസ്. ബിഗ് ബോസ് വന്നതിന് ശേഷം നമ്മൾ കൂടുതലും നല്ല 100% ആയിട്ടും ബിഗ് ബോസ് കണ്ടൻറ്റ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മുന്നുള്ള വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഒരുപാട് എല്ലാ ടൈപ്പ് കണ്ടൻറ്റും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു സിനിമയെ പറ്റി എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം രാത്രി കാണാം ഗൈസ്. ബിഗ് ബോസിൻ്റെ അടുത്ത എപ്പിസോഡ് വരില്ല അന്നേരം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോ. ബൈ ബൈ.